ഇപ്പോൾ നല്ല പോലെ വന്നിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ സിമ്പിൾ റെസിപ്പിയാണ്. ഹലോ, അപ്പോൾ ഇന്നൊരു ഗോതമ്പ് ഇലയുടെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മാവ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. ഇല ഞാൻ വാട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇലയിലോട്ട് മാവ് നനച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം നമുക്ക്. വാട്ടിയ ഇലയാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് മാവ് ഇലയുടെ മുകളിലോട്ട് വയ്ക്കുക. എന്നിട്ട് കൈ വെച്ച് നമുക്ക് പരത്തി എടുക്കണം. അപ്പോൾ പരത്തുമ്പോഴത്തേന് നമ്മുടെ കയ്യിൽ മാവ് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. കയ്യിൽ കുറച്ച് വെള്ളം നനയ്ക്കുക. വെള്ളം നനച്ചിട്ട് ആ വെള്ളം ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ മാവിനെ പരത്തി എടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് തേങ്ങയും ശർക്കരയും വെച്ച് കൊടുക്കാം നമുക്ക്. തേങ്ങ ചേർത്ത് കൊടുത്തു. ഇതിലേക്ക് അടുത്തതായിട്ട് വേണ്ടത് ശർക്കരയാണ്. ശർക്കരയും ചേർത്ത് കൊടുത്തു. ഇനി ഇതിനെ നമുക്ക് മടക്കിയെടുക്കണം. മടക്കിയെടുത്തത് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാ ഇലകളും ഞാനിങ്ങനെ പരത്തിയെടുത്ത് മടക്കി വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് കിടക്കുകയാണ്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇലയട നമുക്ക് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഗോതമ്പിൻ്റെ ആയതുകൊണ്ട് ഒന്നും കൂടി ടേസ്റ്റ് കാണും കേട്ടോ. അരിയിലുണ്ടാക്കുമ്പോഴും ടേസ്റ്റാണ്. എനിക്ക് ഗോതമ്പിലുണ്ടാക്കുന്നതാണ് ഒന്നും കൂടെ ഇഷ്ടം. അപ്പോൾ ഇത് വേകാനായിട്ട് ഒരു 40 മിനിറ്റ്സ് എങ്കിലും എടുക്കും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിനെ അടച്ചു വയ്ക്കാം. അപ്പോൾ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ ആയിട്ടുണ്ട്. 30 മിനിറ്റ്സിന് മുകളിലായിട്ടുണ്ട്. അപ്പോൾ തീ ഓഫ് ചെയ്തു ഞാൻ. ഇനി തുറന്ന് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. നല്ല ആവി പറക്കുന്നു. ഇതാണ് ശർക്കരയിൽ നിന്ന് വെള്ളമൊക്കെ ശർക്കര വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം എടുത്ത് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ ഒരെണ്ണം എടുക്കുകയാണ് ഞാൻ. നല്ല ചൂടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ല ചൂടാണ് കേട്ടോ. ഇപ്പോൾ നല്ല പോലെ വന്നിട്ടുണ്ട്. ഇതാണ് ഇന്നത്തെ നമ്മുടെ സിമ്പിൾ റെസിപ്പിയാണ്. ഇലയുടെയാണ്, ഗോതമ്പ് ഇലയുടെയാണ്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.